നോക്കിയിട്ട് എന്ത് പറയണം? ആരുടെ പോകാനാണെന്ന് പറയണം. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ചിറ്റപ്പന്റെ കൂടെ എന്ന് പറയട്ടെ. പറഞ്ഞോളൂ. നമുക്ക് പോവാം. എങ്ങോട്ടമ്മേ? എങ്ങോട്ടമ്മേ? ചിറ്റപ്പന്റെ വീട്ടിലേക്ക്. ചിറ്റപ്പനോ? ചിറ്റപ്പനോ? ഇതാണ് നമ്മുടെ ചിറ്റപ്പൻ. ഇതാ എന്റെ മോൻ, എന്റെ മോള്. വരൂ, നമുക്ക് വേഗം പോകാം. ഒരു നിമിഷം, ഞാൻ തുണിയുടെ അടുത്ത് വെച്ചേ. ശരി. എനിക്കെന്റെ പഴയ ചാക്കോച്ചനെ തിരിച്ചു കിട്ടി. രണ്ടാഴ്ചയായി ഇവിടെ ഇല്ലായിരുന്നു കൊണ്ട് കുറേയേറെ കടലാസ് ഒപ്പിടാനുണ്ട്. സണ്ണിയെ കൊണ്ട് ഒപ്പിടിച്ചയക്കാമായിരുന്നില്ലേ? സണ്ണിക്കുഞ്ഞെ പറയുന്നത് അപ്പച്ചൻ വരട്ടേനാണ്. പിന്നെ വളരെ അർജന്റ് ആയിട്ടുള്ള ചിലതെല്ലാം സണ്ണി ഫോർ വെച്ച് ഒപ്പിട്ടയച്ചിട്ടുണ്ട്. കുറേയൊക്കെ ജോലി അവനും ചെയ്യട്ടെ. എനിക്ക് വയസ്സായി വരികയല്ലേ കമത്തി. നമ്മുടെ ഏജന്റുമാരെ ആരെങ്കിലും കണ്ടോ? കാണാൻ കഴിഞ്ഞില്ല. രൂപ 2 ലക്ഷമാണ്. ഒരാഴ്ചയായി ചരക്ക് എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ചുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട സമയമാണ്. സണ്ണി അയച്ചാൽ മതി. എനിക്ക് അല്പം വിശ്രമം ആവശ്യമുണ്ട്. നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ. അത് ഞാൻ എടുത്തു. അത് സമയത്ത് ഇവിടെ അറിയിക്കായിരുന്നുകൊണ്ട് ഒരു കുഴപ്പം പറ്റേണ്ടതായിരുന്നു. ഇവിടെ നിന്ന് ആഫീസിൽ നിന്ന് ഒരു 70,000 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. അത് മടങ്ങേണ്ടതായിരുന്നു. പിന്നെ ഒരു കണക്കിൽ അതെല്ലാം ചെറുപ്പെടുത്തി. എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ 2 ലക്ഷം രൂപ എടുത്തു. അതെന്റെ കണക്കിൽ എഴുതിക്കോളൂ. അപ്പോൾ ഇൻകം ടാക്സ് കണക്കുകളൊക്കെ കമ്മത്തി എഴുതിക്കൊണ്ടാ മതി. സണ്ണിയില്ലേ? മുകളിൽ ആഫീസിലുണ്ട്. ഈ ഒപ്പിടാനുള്ള കടലാസ് എല്ലാം സണ്ണി ഇട്ടുള്ളൂ. കുറേ വർഷങ്ങളായി ഞാൻ ഈ ഭാരം ചുമക്കുന്നു. ഇനി കാര്യങ്ങളൊക്കെ കമ്മത്തിയും സണ്ണിയും കൂടി നോക്കിക്കൊണ്ടാ മതി. ഒരു പൊതു മേൽനോട്ടം മാത്രമേ എന്നെ കൊണ്ട് സാധിക്കൂ. ഒരല്പ വിശ്രമം വേണ്ടേ? വിവരങ്ങളെല്ലാം മത്തായിച്ചൻ പറഞ്ഞു. പറഞ്ഞത് ശരിയാണെങ്കിൽ, ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഈ കമ്മത്തെ പിരിച്ചു വിടുന്നതാണ് നല്ലത്. ഒരാൾ നശിക്കുന്നത് കമ്മത്തെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇനി ഒരാൾ നശിക്കുന്നത് കാണാൻ നമ്മൾ ദേഹം അതിനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? ഞാനത് മിണ്ടാനാണ്. കച്ചവടം തളരുകയാണ്. തളരാതെ നോക്കണം. ഓഫീസിൽ അറിയാതെ 2 ലക്ഷം രൂപയും മറ്റും ബാങ്കിൽ നിന്ന് എടുത്താൽ അതാണിപ്പോ എല്ലാവർക്കും വിഷമം. ഞാൻ ഉണ്ടാക്കിയ രൂപയാണ് എടുത്തത്. ആ കമ്പനിയും പൂട്ടിയേക്കണം. ഞാനായിട്ട് പൂട്ടുന്നില്ല. ഞാൻ 2 ലക്ഷം രൂപ എടുത്തെങ്കിൽ അനേക ലക്ഷം രൂപയുടെ മുതലുണ്ട്. കമ്പനി തളരാതെ നോക്കേണ്ടത് നീയാണ്. എനിക്കല്പം വിശ്രമിക്കണം. ഞാൻ ചുമതല നോക്കാം. അത് അപ്പൻ വാക്കാൽ പറഞ്ഞാൽ പോരാ. വ്യവസ്ഥയുണ്ടാക്കണമെന്നായിരിക്കും. കമ്മത്തി ഉടനെ തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണപിള്ളയെ കണ്ട് കമ്പനി ഭരണം മുഴുവൻ ഞാൻ സണ്ണിയെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വ്യവസ്ഥയുണ്ടാക്കണം. എനിക്ക് ഒരു പൊതു മേൽനോട്ടം മാത്രം മതി. വീട്ടിൽ പോയിട്ട് ഞാൻ ഉടനെ വന്നേക്കാം.
എനിക്കുടനെ പോണം. അമ്മച്ചിയുടെ പള്ളിയിലോ? ഇപ്പൊ എന്താ പള്ളിയില്? ഒരാഴ്ചയായി അമ്മച്ചി മിക്കവാറും പള്ളിയിൽ തന്നെയാണ്. വീട്ടിൽ വന്നാൽ തന്നെ ആഹാരം കഴിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്യാറില്ല. ജോണി എവിടെ? ജോണിച്ചായൻ ഈയിടെ ഉച്ചയ്ക്ക് ഊണ് പോലും ഹോട്ടലിലാക്കിയിരിക്കുകയാണ്. അന്തോണിച്ചായ, പള്ളി പോയി അമ്മച്ചോട് പറയൂ അപ്പച്ചൻ വന്നെന്ന്. വേണ്ട, എനിക്ക് പുറത്തേക്കൊന്ന് പോണം. മുതലാളി, കൊച്ചമ്മയെ കണ്ടിട്ട് പോയാ മതി. താനാണോടോ എന്റെ കാര്യം തീരുമാനിക്കുന്നത്? അപ്പച്ചൻ ഉടനെ പോവുകയാണോ? ജോണി എവിടെയായിരുന്നടാ? കമ്പനി കാര്യത്തിൽ ശ്രദ്ധയില്ല. ഇപ്പൊ വീട്ടിലും വരാറില്ലേ? കമ്പനിയിലും അപ്പച്ചനും വരാറില്ലല്ലോ. ആ, ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ. എനിക്കിനി കുറെ വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. വിശ്രമത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എങ്ങാണ്ട് കിടന്നൊരു വേദിക്ക് ആലുവാപ്പുഴയുടെ തീരത്ത് 2 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഒരു താമസമാക്കിയിരിക്കല്ലേ ഇപ്പൊ. ഞങ്ങളുടെ അപ്പം വന്നിട്ട് പോയത് കണ്ടോ? അപ്പൻ ദേശീയയുടെ കൂടെ താമസമാക്കിയിരിക്കുന്ന അപ്പൻ മേലാതെ ഇവിടെ വന്ന ചൂലെടുത്ത് അടിക്കണം. അമ്മ ആദ്യം സ്നേഹിച്ച പുരുഷനാണ് ചാക്കോച്ചൻ. മോള് വളർന്നു വരികയില്ലേ, അതുകൊണ്ടാണ് മോളോട് അമ്മ എല്ലാം തുറന്നു പറഞ്ഞത്. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാനാണ്? ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു. ഞങ്ങൾക്ക് ഇനി ആരുമില്ല. ചേച്ചി ചേച്ചി, ഒരു നാരങ്ങളുണ്ടോ? എന്തിനാ ചേച്ചി കരയുന്നത്? എന്തിനാ ചേച്ചി കരയുന്നത്? ഒന്നുമില്ല മക്കളെ. നിങ്ങളുടെ ചിറ്റപ്പൻ സ്വന്തം അപ്പനെ പോലെ നിങ്ങളെ സ്നേഹിക്കും. ഈ വലിയ വീട് അമ്മച്ചിയുടെ പേർക്കാ വാങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് മക്കളെ? ചിറ്റപ്പനാണ് നിങ്ങൾ സ്നേഹമായിട്ടൊന്നും പറയാത്തതെന്താ? അദ്ദേഹം വലിയ മുതലാളിയല്ലേ മോനെ? അപ്പൊ ചിറ്റപ്പനല്ല, മുതലാളിയാണ്. മുതലാളിക്ക് അമ്മച്ചിയോ ഇഷ്ടം. നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു അമ്മച്ചി. ഞാൻ വിചാരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് വരല്ലോ എന്ന്. നിന്നെ കാണാതെ ഒരു ദിവസമെങ്കിലും എനിക്ക് കഴിയാൻ പറ്റുമോ? വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ആ, അകത്ത് പോ, വാ. വീട്ടിൽ വിശേഷം എന്തുണ്ട്? ഓ, എന്ത് വിശേഷം? മേരിച്ചേട്ടത്തെ ഒന്നും ചോദിച്ചില്ലേ? ഒന്നും ചോദിച്ചില്ല. ചെറുപ്പക്കാരുടെ കൂട്ടാണല്ലോ. അതേ മോളി, നിന്നെ വീണ്ടും കണ്ടത് മുതൽ ഞാൻ ചെറുപ്പമായി. അന്ന് നാം ആദ്യമായി വീട്ടുപറമ്പിൽ വെച്ച് കൂടിയില്ലേ? അന്നത്തെ ആവേശവും സ്നേഹവും
നിന്നോടൊത്തിങ്ങനെ സന്തോഷമായി കഴിയാൻ വേണ്ടി ഞാൻ കമ്പനി ചുമതലകളൊക്കെ സണ്ണിയെ ഏൽപ്പിച്ചു. എനിക്കൊരു മേൽനോട്ടം മാത്രം. ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. അതെന്താ? നീ എന്റെ എല്ലാമല്ലേ. ഏത് ഇഷ്ടവും ഞാൻ അനുസരിക്കും, ഏത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും, എന്റെ ചാക്കോച്ചന്റെ സന്തോഷത്തിന് വേണ്ടി. എനിക്കത് കേട്ടാൽ മതി. അവളെന്ത് വിചാരിക്കും? കിഴവിനും കിഴവിൻ കൂടി മുതുകൂത്ത് കളിക്കുന്നു എന്ന് പറയും. പറയട്ടെ, ലോകം മുഴുവൻ നമ്മുടെ പ്രേമത്തിൽ അസൂയപ്പെട്ട് നമ്മൾ മധുവിധു ആഘോഷിക്കുകയാണെന്ന് പറയട്ടെ. കൊള്ളാം. എനിക്ക് പേടിയൊന്നു ചേച്ചി. ഞാൻ പേടിക്കണ്ട. അമ്മച്ചി എവിടെ പോയിരിക്കുക? അമ്മച്ചി നടക്കാൻ പോയിരിക്കുക. രാത്രിയായിട്ട് നടന്നില്ല. എനിക്ക് പേടിയൊന്നു ചേച്ചി. മോൻ പേടിക്കണ്ട. നമുക്ക് കുരിശ് വരയ്ക്കാം. അപ്പൊ പേടി തോന്നില്ല. വാ. Our fathers fought in heaven, hallowed be thy name. Thy name, thy kingdom, thy will be done. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now. എന്റെ പിള്ളേര് ഈ വീടുമായിട്ട് ഇണങ്ങുന്നതേ ഇല്ല. ഒരധിക പറ്റുപോലെ. നമ്മൾ ചെറുപ്പത്തിലേ കൂടേണ്ടതായിരുന്നു. അത് സാധിച്ചില്ലല്ലോ. നമുക്ക് പിള്ളേരെ കോൺവെന്റിലേക്ക്. ജില്ലിയോട് ചോദിക്കട്ടെ. ചോദിക്കാനൊന്നുമില്ല. കോൺവെന്റിൽ വളർന്നാൽ പിള്ളേർ ചീത്തയാകില്ല. ചാക്കോച്ചന്റെ ഇഷ്ടം.